ശ്രീമൂലസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ വേദമന്ത്രങ്ങൾ അനുസരിച്ച് എല്ലാ ദിവ്യത്വങ്ങളുമുണ്ട്. കൂടാതെ അതിന് ദേവദിവ്യത്വവുമുണ്ട്, ഋഷി ദിവ്യത്വവും മനുഷ്യ ദിവ്യത്വവുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് പരമോന്നതമാണ്. ഐതിഹ്യമനുസരിച്ച് ആദ്യം ശ്രീപാർവതിയാണ് ഇത് ദിവസവും ആരാധിച്ചിരുന്നത്. ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്ന ഋഷിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഋഷി മന്ദാതൻ പിന്നീട് വളരെക്കാലം അതിനെ ആരാധിച്ചു. തുടർന്ന് ബ്രാഹ്മണരെപ്പോലെയുള്ള 2 പുണ്യദേവന്മാരാൽ ആരാധിക്കപ്പെട്ടു. ഇതെല്ലാം ലിംഗത്തിന്റെ അനന്തവും അതിരുകടന്നതുമായ ചൈതന്യത്തിന് കാരണമാകുന്നു. പാർവതി, പരമേശ്വരൻ, ദുർഗ, 3 ദേവതകൾ ആ വിഗ്രഹത്തിൽ എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീമൂലസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ വേദമന്ത്രങ്ങൾ അനുസരിച്ച് എല്ലാ ദിവ്യത്വങ്ങളുമുണ്ട്. കൂടാതെ അതിൽ ദേവദിവ്യത്വവും ഋഷി ദിവ്യത്വവും മനുഷ്യ ദിവ്യത്വവുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് പരമോന്നതമാണ്. ഐതിഹ്യമനുസരിച്ച് ആദ്യം ശ്രീപാർവതിയാണ് ഇത് ദിവസവും ആരാധിച്ചിരുന്നത്. ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്ന ഋഷിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഋഷി മനാഥൻ വളരെക്കാലം ഇതിനെ ആരാധിച്ചു. തുടർന്ന് ബ്രാഹ്മണരെപ്പോലുള്ള 2 വിശുദ്ധ ദേവന്മാരാൽ ആരാധിക്കപ്പെട്ടു. ഇവയെല്ലാം ലിംഗത്തിന്റെ അനന്തവും അതിരുകടന്നതുമായ ചൈതന്യത്തിന് കാരണമാകുന്നു. പാർവതി, പരമേശ്വരൻ, ദുർഗ, 3 ദിവ്യത്വങ്ങൾ ആ വിഗ്രഹത്തിൽ എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാതൃശാലയിലെ തിരുമാന്താംകുന്നിലമ്മയുടെ വിഗ്രഹം ദരുവിൻ്റേതാണ്. കേരളത്തിലെ നിരവധി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദാരു വിഗ്രഹങ്ങളുണ്ട്. എന്നാൽ തിരുമാന്താംകുന്നിലുള്ള ഒന്ന് അവയെല്ലാം മികച്ചതാണ്. മാതൃശാല പ്രതിഷ്ഠയിൽ രുരുവിനെ അസുരനെ കീഴടക്കിയ രുരുജിത്ത് ഏകദേശം 6 അടി ഉയരത്തിൽ ഇടതുകാൽ മടിയിലേക്ക് വളച്ച് വലതുകാൽ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന നിലയിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് വിഗ്രഹം. തിളക്കമുള്ള കിരീടവും വളകളും പാദസരങ്ങളും മൂടുന്ന തിളങ്ങുന്ന ആഭരണങ്ങളും ദാരികന്റെ ശിരസ്സും 8ാമത്തെ കൈയിൽ ആയുധങ്ങളും ധരിച്ചിരിക്കുന്ന ദേവിയുടെ രൂപം മൊത്തത്തിൽ ഉഗ്രമാണെങ്കിലും ആകർഷകമാണ്. കുനിഞ്ഞിരിക്കുന്ന ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭക്തന് ഹൃദയത്തിൽ പിശാചിന്റെ മാതൃസ്നേഹം അനുഭവപ്പെടുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും സാധാരണയായി സംഭവിക്കുന്നതുപോലെ ശ്രീകോവിലിലേക്കുള്ള വാതിൽ വിഗ്രഹത്തിന് നേരെ മുന്നിലല്ല. ഇവിടെ അത് അല്പം വലതുവശത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു. ദേവിയുടെ ദിവ്യത്വം ആവാഹനം വഴി ലോഹബിംബത്തിലേക്ക് മാറ്റുകയും പകർപ്പിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഉത്സവങ്ങളിൽ ആനപ്പുറത്ത് എഴുന്നള്ളുന്നതിന് ബിംബം തിടമ്പായി ഉപയോഗിക്കുന്നു. സപ്തമാതൃക്കലിന്റെയും ക്ഷേത്രക്കുട്ടിയുടെയും വിഗ്രഹങ്ങൾ പ്രധാന ദേവിയുടെ വിഗ്രഹം കൊത്തിയെടുത്ത അതേ രുചികരമായ ചക്കമരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദാരികനെ കൊന്നതിനു ശേഷം കോപാകുലനും ഉഗ്രനുമായ ദേവി ഇടിമുഴക്കത്തോടെ മടങ്ങിവരുമ്പോൾ പാർവതിയും പരമേശ്വരനും ഒരു ചെറിയ കുട്ടിയെ കത്തുന്ന സൂര്യനിൽ കിടത്തി എന്നതാണ് ക്ഷേത്രക്കുട്ടിയെക്കുറിച്ചുള്ള ഐതിഹ്യം. ആ കുട്ടി പിന്നീട് ക്ഷേത്രപാലനും തുടർന്ന് ക്ഷേത്രപാലകനുമായി മാറി. ഈ വിഗ്രഹം എല്ലാ വർഷവും ചെറുതായി വളരുന്നതായി പറയപ്പെടുന്നു. ഈ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്ത ശില്പിയുടെ പേര് ഇഷ്നിക എന്നായിരുന്നു. മാതൃശാലയിലെ പ്രധാന വിഗ്രഹത്തിന് പുറമെ ക്ഷേത്രപാലനും ശ്രീമൂലസ്ഥാനം ശിവനും നാഗങ്ങളും ബ്രഹ്മരക്ഷസും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തുള്ള പഴക്കമുള്ള അരയാൽ മരത്തിന്റെ ചുവട്ടിൽ ബാലഗണപതിയുടെ ഒരു വിഗ്രഹവുമുണ്ട്. വഴിപാടുകൾ: വലിയ വിളക്ക്, എണ്ണവിളക്ക്, നെയ്യ് വിളക്ക്, മാല, ഗണപതി ഹോമം, കൂട്ടു ഗണപതി ഹോമം, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി, ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി, സരസ്വത സൂക്ത പുഷ്പാഞ്ജലി, തൃഷ്ടിപ്പ് മന്ത്ര പുഷ്പാഞ്ജലി, ഐക്യമത സൂക്ത പുഷ്പാഞ്ജലി, ദ്വാദശാക്ഷരി മന്ത്ര പുഷ്പാഞ്ജലി, ത്രിമധുരം, തിരുമധുരം, നെയ്പായസം, നാളികേര പായസം, കഠിന പായസം, കൂട്ടുപായസം, പാൽപായസം, അപ്പം, ഒറ്റ നിവേദ്യം, അടനിവേദ്യം, സന്ധ്യാനമസ്കാരം, ത്രികാല പൂജ, ധാര ശംഖാഭിഷേകം, ഇളനീർധാര, കറുക ഹോമം, മൃത്യുഞ്ജയ ഹോമം, വെള്ള നിവേദ്യം, വെടിവഴിപാട്, മലർ നിവേദ്യം, മുട്ടറുക്കൽ, നാഗങ്ങൾക്ക് പാലും പഴവും, നിറമാല, വിവാഹം, ചോറൂണ്, വലിയ വിളക്ക് എണ്ണ മാതൃശാലയിൽ, പ്രത്യേക പാൽപായസം, ചതുർശതം 101, ചതുർശതം 201, മഹാസന്ധ്യ നമസ്കാരം, ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ, മംഗല്യപൂജ, മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, രുദ്രാഭിഷേകം, കാലുകഴുകിച്ചുട്ട്, ശ്രീരുദ്രം ധാര, കളഭം, ദീപസ്തംഭം തെളിയിക്കൽ, ശിവൻ 1001 കുടം ധാര, ഉദയാസ്തമന പൂജ, ചമയം ചാർത്തൽ, കെടാവിളക്ക് എണ്ണ, തൃത്താലി ചാർത്തൽ, ചുവപ്പു ചാർത്തൽ, ആൾ രൂപം, കുട്ടി തൊട്ടിൽ ചാർത്തൽ, തുലാഭാരം തട്ടുപണം, ഒരു ദിവസത്തെ പൂജ, ഒരു നേരത്തെ പൂജ, ലക്ഷ്മി നാരായണ പൂജ, ആദിത്യ പൂജ, കുങ്കുമാർച്ചന, കുങ്കുമാർച്ചന ലളിതാ സഹസ്രനാമം സഹിതം, നൈജപം, മലർപ്പറ, നാഗങ്ങൾക്ക് മഞ്ഞൾ പൊടി, ചുറ്റുവിളക്ക് തെളിയിക്കൽ, കളംപാട്ട്, ചാന്താട്ടം, ഋഗ്വേദ ലക്ഷാർച്ചന അർച്ചന ഡിസംബറിൽ മാത്രം, മഹാലക്ഷ്മി പൂജ, വാഹന പൂജ.